ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടാണുള്ളത്. നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണുള്ളത്. സോ നമ്മുടെ മുമ്പിൽ വോളിയുമുണ്ട്, നമ്മുടെ മുമ്പിൽ ചാർട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി എന്താ പറയണ്ടേ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുത്താണ് ക്രോസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഈ ഒരു വലിയൊരു ഡക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യണമെങ്കിൽ ഹയർ ലോ ആ ഒരു ലെവലില്ല, ഹയർ ഹൈ ഹയർ ലോ ലെവലിൽ വന്നിട്ട് വേണം ക്രോസ് ചെയ്യാനുള്ളതായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇന്നത്തെ ട്രേഡിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള ട്രേഡ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതായത് നിഫ്റ്റി ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തതിന് ശേഷം, ഇതാണ് കറക്റ്റ് ലെവൽ, ആ ലെവലിനെ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കാമെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സൂപ്പർബ് ക്യാൻഡിലാണ് ക്രോസ് ചെയ്തത്. ആ ക്യാൻഡിലിന് മേളിൽ, അതിൻ്റെ ഹൈയുടെ മേളിൽ വേറൊരു ക്യാൻഡിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പെർഫെക്റ്റ് വാലിഡ് ബ്രേക്കൗട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു സംശയം വേണ്ട, ഇറ്റ് വാസ് എ പെർഫെക്റ്റ് വാലിഡ് ബ്രേക്കൗട്ട്. സോ ഇനി അടുത്ത പോയിന്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. കാര്യം നിഫ്റ്റിയിലെ ക്യാൻഡിൽസ് ശ്രദ്ധിച്ചാൽ, ഈ ഒരു ക്യാൻഡിൽ 27-ാം തീയതിയിലെ വ്യാഴാഴ്ചത്തെ ക്യാൻഡിൽ കഴിഞ്ഞാലുള്ള ബാക്കി വന്ന ക്യാൻഡിൽസ് നിങ്ങൾ നോക്കിയോ, വളരെ ക്ലീൻ ആയിട്ട് നോക്കിയാൽ ഈ 3 ക്യാൻഡിലും കമ്പാരിറ്റീവ്ലി എന്താ പറയേണ്ടത്, ഈ 4 ക്യാൻഡിലിൻ്റെ ഒരു മൊമെൻറ്റം അല്ല ഈ 3 ക്യാൻഡിലുള്ളത്. മൊമെൻറ്റത്തിൻ്റെ ഒരു സംതിലേക്ക് ഒരു വീക്ക്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെപ്പോഴും ബ്ലൈൻഡായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ വീക്ക്നെസ് അല്ലേ ശരിക്കും. ഒരു ക്യാൻഡിൽ, അത് കഴിഞ്ഞുള്ള ഫസ്റ്റ് ക്യാൻഡിൽ, അത് കഴിഞ്ഞുള്ള അടുത്ത ക്യാൻഡിൽ, അത് കഴിഞ്ഞുള്ള അടുത്ത ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. സോ ഈ ക്യാൻഡിൽ ഫ്രൈഡേ ക്യാൻഡിലാണ്, ഇത് മൺഡേയിലെ ക്യാൻഡിലാണ്, ഇത് ഇന്നലത്തെ ട്യൂസ്ഡേയിലെ ക്യാൻഡിലാണ്. സോ നമ്മൾ നോക്കിയാൽ ഓക്കെ, നിഫ്റ്റി ഈസ് മെയിൻറ്റെയിനിങ്, കൺസോളിഡേറ്റിംഗ് എന്ന് പറയാൻ സാധിക്കും ഈ ഭാഗത്ത്. പക്ഷേ മൊമെൻറ്റത്തിന് വീക്ക്നെസ് കാണാൻ സാധിക്കും. ഒരു മൊമെൻറ്റം വീക്ക്നെസ്സിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് വോളിയമാണ്. സോ നമ്മൾ വോളിയം നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ വോളിയം കമ്പാരിറ്റീവ്ലി വീക്ക് ആണല്ലേ. നിങ്ങളൊന്ന് എടുത്ത് നോക്കി ഈ ഭാഗത്ത് നോക്കിയാൽ ഈ ബ്രേക്കൗട്ട് ക്യാൻഡിൽ മാത്രമേ വോളിയുള്ളൂ, ഈ ഒറ്റ ക്യാൻഡിൽ മാത്രമേ വോളിയുള്ളൂ ശരിക്കും. അത് കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് ക്യാൻഡിൽ കഴിഞ്ഞാൽ നമുക്ക് വലിയ വോളിയൊന്നും കാണാൻ പറ്റുന്നില്ല. ബ്രേക്കൗട്ട് ക്യാൻഡിൽ വോളിയം, അത് കഴിഞ്ഞാൽ വോളിയം കമ്പാരിറ്റീവ്ലി വീക്കാണ് ശരിക്കും. സോ ലുക്സ് ലൈക്ക് എ കൺസോളിഡേഷൻ എന്ന് പറയാൻ പറ്റും. നമ്മൾ നിഫ്റ്റി ഒരു മീൻ റിവേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. മീൻ റിവേഴ്സൺ ഈവൻ 4 hours വരെ മീൻ റിവേഴ്സൺ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനാണ്, നിഫ്റ്റിയുടെ ട്രെൻഡ് ലൈനാണ്. നിങ്ങൾ ട്രെൻഡ് ലൈൻ എന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. എന്താ പറയുക, ഒരു റൈസിങ് ചാനലിലാണ് ഇതൊക്കെ അറിയാൻ സാധിക്കും അല്ലേ. റൈസിങ് വെജ് എന്നൊക്കെ വേണം പറയാൻ സാധിക്കും. ഇത് റൈസിങ് വെജ് എന്നാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ പറയുന്നത്. റൈസിങ് വെജിലാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. റൈസിങ് വെജിൽ ബേസിക്കലി ഈ ഒരു ലെവലിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലോസ് ചെയ്ത അന്ന് ബ്രേക്കൗട്ട് വന്ന ക്യാൻഡിലിൻ്റെ കറക്റ്റ് ആ ക്യാൻഡിലെ ഹൈയോട് ചേർന്നാണ് ഈ 3 ദിവസം ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത്, നമുക്ക് അതിൻ്റെ പുൾ ബാക്ക് വന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നത്തെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വന്ന ലോയിലേക്ക് ഇന്നത്തെ നിഫ്റ്റി ക്യാൻഡിൽ ലോ വന്നിട്ടില്ല. അത് കാണിക്കുന്നത് എന്താ കാണിക്കുന്നത്, ബയേഴ്സ് ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ബയേഴ്സിൻ്റെ മൊമെൻറ്റം ഇല്ല, പക്ഷേ ഉള്ള ബയേഴ്സിൽ സ്റ്റിൽ ദേ ആർ കീപ്പിംഗ് കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു കൺസോളിഡേഷൻ ലെവലിൽ നിന്ന് വേണം അടുത്ത മുകളിലേക്കാണെങ്കിലും താഴത്തേക്കാണെങ്കിലും നിഫ്റ്റി പോകാനായിട്ട്. വരും ദിവസങ്ങളിൽ എങ്ങനെ അത് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളെന്നുള്ള വിൽ വെയിറ്റ് ആൻഡ് സീ. നമുക്കൊരു 75 minutes ക്യാൻഡിൽ ഒന്ന് എടുത്ത് നോക്കാം. നിഫ്റ്റിയുടെ 75 minute ക്യാൻഡിലാണിത്. സോ ഈ ക്യാൻഡിൽ നമ്മൾ നോക്കിയാലും നോക്കൂ, നമ്മൾ പറഞ്ഞ അതേ ലോയിലാണ് ശരിക്കും ഇത് ഹിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മൾ കുറച്ചുകൂടെ ലോ ക്ലീൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, പുൾ ബാക്ക് ലെവലിൽ കറക്റ്റ് ബ്രേക്കൗട്ട് ചെയ്ത് പുൾ ബാക്ക് ലെവൽ വന്നിട്ട് തിരിച്ച് വീണ്ടും കയറാൻ ശ്രമിച്ചു. ഇവിടെ ഇൻവെർട്ടഡ് ഹാമറാണ് സംഭവിച്ചത്. പക്ഷേ അതുകൊണ്ട് പ്രൈസ് താഴെ പോയില്ല. പിന്നെ വന്ന് ബെയറിഷ് ക്യാൻഡിൽ പ്രൈസിനെ താഴെ കൊണ്ടുപോകാൻ പറ്റിയില്ല. കുറച്ചൊരു വോളിയം ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ. പഴയ റീടെസ്റ്റ് ലെവലിലേക്ക് പ്രൈസ് വന്നില്ലെന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം റീടെസ്റ്റ് ലെവലിൽ പ്രൈസ് വന്നത് ഇന്നത്തെ 1 മണിയുടെ ക്യാൻഡിലാണ്. അതിനുശേഷമുള്ള ലാസ്റ്റ് ക്യാൻഡിൽ 2:15 ക്യാൻഡിലിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുത്തിയത്. സോ നമ്മൾ അങ്ങനെ നോക്കാമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയേണ്ടത്, ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു ബ്രേക്കൗട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ ഭാഗത്ത്. പക്ഷേ ബ്രേക്കൗട്ടിൻ്റെ വോളിയം ഉണ്ടോ എന്ന് വെച്ചാൽ ക്വൈറ്റ് വോളിയം ഉണ്ട്. അത് മാത്രമല്ല ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ അതിന് ക്ലോസ് ആയിട്ട് കാണിക്കാം. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ ദാ ഈ ലെവലിൻ്റെ മേളിലാണ്. ഈ ലെവലെന്ന് പറയുന്നത് 1, 2, 3, 4 4 ക്യാൻഡിൽ കഴിച്ചിട്ട് ചെറിയൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും കയറാൻ ശ്രമിച്ചു. അതിനുശേഷം ഒരു ബ്രേക്കൗട്ട് കൊടുത്ത് നിൽക്കുന്ന ലെവലാണ് ശരിക്കും. അപ്പോൾ ആ ലെവൽ നമ്മൾ നോക്കാൻ നേരത്ത് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് 75 minute നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണ്. കാര്യം 1 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3, 4, 5 6ാമത്തെ ക്യാൻഡിൽ, ഈ 5 ക്യാൻഡിൽ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത ലെവലാണ്. 6ാമത്തെ ക്യാൻഡിൽ ആ റെസിസ്റ്റൻസ് സോണിൽ നിൽക്കുകയാണ് ശരിക്കും. സോ ഈ സോണിനെ കട്ട് ചെയ്ത് പോകണം എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പ്രയാണം സംഭവിക്കത്തുള്ളൂ.
താഴോട്ടുള്ള പ്രയാണത്തിന് ഈ ഒരു സോൺ, ഈ ഒരു ഗ്യാപ്പ് വളരെ സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കും. എനിവേ വിൽ വെയിറ്റ് ആൻഡ് സീ. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് പല സെക്ടേഴ്സും ഇന്ന് മീൻ റിവേഷനിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ സെക്ടേഴ്സിൽ നമുക്കൊന്ന് കിടക്കാം. സോ മീൻ റിവേഷൻ വന്ന സെക്ടറാണ് PSU ബാങ്ക്. നിങ്ങൾ നോക്കൂ, ഹയർ എന്നുള്ള സ്ട്രക്ചറിൽ നിന്ന് മാറിയിട്ട് എന്താ സംഭവിച്ചത്? എന്താ ക്ലീൻ സ്ട്രക്ചർ വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ നോക്കിയേ. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലോവർ ഹൈ കട്ട് ചെയ്ത് ബ്രേക്ക് ഔട്ട് എടുത്താൽ മാത്രമേ വീണ്ടും സ്ട്രെങ്ത് എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. FMCG ആണ് അടുത്ത ലെവൽ. FMCG നമ്മൾ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വളരെ താഴ്ന്ന്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു റൗണ്ട് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഇതാണ് റൗണ്ട് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ. സോ ഈ പാറ്റേൺ വന്നതിന് ശേഷം വിൽ സി ടെക്നിക്കലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പാറ്റേൺ സാറിൻ്റെ റൗണ്ട് ഇമ്പോർട്ടൻറ്റ് പാറ്റേണിൻ്റെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഭാഗം ഇതാണ്, നെക്സ്റ്റ് ഭാഗം ഒരു ബ്രേക്ക് ഔട്ട് സോൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ഔട്ട് സോൺ ആണ്. ആ ബ്രേക്ക് ഔട്ട് സോണിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ നമുക്ക് പരിധിവരെ പറയാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് എസ് എ പുൾ ബാക്ക്. സോ പക്ഷേ പുൾ ബാക്ക് കഴിഞ്ഞാലും എന്താ സംഭവിച്ചത്, ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു എന്താ പറയണ്ടേ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുൾ ബാക്ക് വന്നത്. തിരിച്ചാൽ ആ ലോവർ ഹൈ ക്രിയേറ്റ് ആ ലെവലിൽ തന്നെ ഇന്ന് വീണ്ടും ഹിറ്റ് ചെയ്യുന്നുള്ളത് ദാറ്റ്സ് എ പോയിന്റ് ഓഫ് കൺസേൺ. ഹിറ്റ് ചെയ്യുന്നുള്ള ഒരു കൺസേൺ ആണ്. ഇനി ഒരു പക്ഷേ ഇതൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് കയറുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല, നമുക്ക് കാത്തിരുന്നത്. സോ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കാൻ നേരത്തെ സംത്തിലേക്ക് ഒരു മീൻ റിവേഷനിൽ കറക്റ്റ് മീൻ റിവേഷനിൽ എത്തി നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിമിൽ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മീൻ റിവേഷൻ ഇവിടെ നിന്ന് റിജക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ള വലിയൊരു ഫാക്ടറാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. രണ്ടാമത്തെ കാര്യം, ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുകയാണ്. ഇതൊരു സപ്പോർട്ട് സോണാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് സോണിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് തിരിച്ച് കയറുമോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങളൊന്നുമില്ല. വിൽ വെയിറ്റ് ആൻഡ് സീ. ഇത് മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ്. മിഡ് ക്യാപ് ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുള്ള പുൾ ബാക്ക് ആണ്. പുൾ ബാക്ക് റിജക്ഷൻ, ബ്യൂട്ടിഫുൾ റിജക്ഷൻ ആണ് മിഡ് ക്യാപ് ഇൻഡെക്സ് വന്നിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് റിജക്ഷൻ പോയിന്റ്. ആ റിജക്ഷൻ പോയിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കൺസെപ്ഷനും സെയിം തന്നെ. കൺസെപ്ഷനും ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് ലോവർ ഹൈ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇനി ഇതിനൊരു ഫോളോ അപ്പ് ക്യാൻഡിലൂടെ വന്നാൽ നമുക്ക് ലോവർ ഹൈറ്റ് എടുക്കാൻ സാധിക്കും. അറ്റ് പ്രസന്റ് നമുക്ക് പ്രവചനങ്ങൾ വേണമെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈനൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ നമുക്കൊരു ഐഡിയ കിട്ടും ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് പോകുമോ ഇല്ല എന്നൊക്കെ. സോ ഇതൊരു ട്രെൻഡ് ലൈൻ ആണ്. നമുക്ക് ട്രെൻഡ് ലൈൻ കുറച്ചുകൂടെ ചേർത്ത് വരയ്ക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ. ട്രെൻഡ് ലൈൻ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ടിലേക്ക് പോകുന്നു ചോദിച്ചാൽ നമുക്ക് പ്രവചനങ്ങളൊന്നുമില്ല. നിഫ്റ്റി ഓട്ടോയാണ്. നമ്മൾ ഓട്ടോ ഈസ് അണ്ടർ പ്രഷർ. കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓട്ടോയുടെ റീറ്റെയിൽ സെയിൽസ് ഡൗൺ ആയി ഇൻ ജനറൽ. അതുകൊണ്ട് തന്നെ ഓട്ടോയുടെ പ്രൊഡക്ഷനും നാച്ചുറലി അതിനോടനുബന്ധിച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഓട്ടോ ഇൻഡസ്ട്രി എന്നുള്ളത് അടുത്ത 2 മാസം പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിവേ നമ്മളൊരു റൗണ്ട് ബോട്ടം പാറ്റേൺ വരച്ചാൽ നമുക്ക് ഓട്ടോയിൽ ശരിക്കും നമുക്കിവിടെ ഒരു ലോ കിട്ടിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഒരു ഹയർ ലോ ക്രിയേഷനാണ് നോക്കുന്നത്. സോ ഓട്ടോയുടെ ലെവലെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ലെവലിലൊരു ഓട്ടോയ്ക്കൊരു റെസിസ്റ്റൻസ് ആണ് ശരിക്കും. ഇറ്റ്സ് എ വെരി ഗുഡ് റെസിസ്റ്റൻസ് സോണാണ്. നമുക്ക് സോണായിട്ട് തന്നെ നമുക്ക് റെസിസ്റ്റൻസിനെ വരയ്ക്കാൻ പറ്റും. ഇത് നമുക്ക് ഓട്ടോയെ ഒരു സോണായിട്ട് എടുത്താൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഇത് ഒരു സോണാണ് റെസിസ്റ്റൻസ്. സോ സോണിൽ എത്തി നിൽക്കുകയാണ് ശരിക്കും. ഈ സോണിൽ ബ്രേക്ക്ഔട്ട് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്രവചനങ്ങൾ. സോ ഫിനാൻസ് ആണ്. ഫിനാൻസ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. കാര്യം ഓൾ ടൈം ഹൈ ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും പുൾ ബാക്ക് വന്നു. സോ പുൾ ബാക്ക് വന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ബ്യൂട്ടിഫുൾ പുൾ ബാക്ക്. കാര്യം നിങ്ങൾ നോക്കിയാൽ ഇതാണ് ബ്രേക്ക്ഔട്ട് സോൺ എന്ന് പറയുന്നത്. ഈ ബ്രേക്ക്ഔട്ട് സോൺ കഴിഞ്ഞതിന് ശേഷം വന്ന പുൾ ബാക്കാണ്. സോ ഇറ്റ്സ് സംതിങ് ലൈക്ക് ഒരു ഫിബ് എടുത്ത് നോക്കിയാൽ കറക്റ്റ് ഫിബിലായിരിക്കണം. നോക്കൂ, എക്സാക്ട് ഫിബിലാണ്. 0.32 പുൾ ബാക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, 1, 2, 3, 4 ക്യാൻഡിൽ 0.32 പുൾ ബാക്ക് വന്നിരിക്കുന്നത്. ഒരു കാര്യം, ഇന്നത്തെ ക്യാൻഡിൽ 0.236 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൺലി കൺസേൺ. അതർവൈസ് ഇറ്റ്സ് വെരി ഗുഡ് പുൾ ബാക്ക്. കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡെക്സ് ആണ്. നമ്മൾ ഇൻഡെക്സ് നോക്കൂ. നിങ്ങൾ ഒരു കൊച്ചു ട്രെൻഡ് ലൈൻ വെച്ച് നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കൂ. സോ ഇതാണ് കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഡെക്സിൻ്റെ ആ ഒരു ട്രെൻഡ് ലൈൻ ചാർട്ട് ശരിക്കും. കാരണം ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഞാൻ നിങ്ങളെ വളരെ ഇതായിട്ട് കാണിച്ചാൽ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ലെവൽ ക്രോസ് ചെയ്യണം. ആ ലെവൽ ക്രോസ് ചെയ്ത് ഈ ലെവൽ ദിസ് ലെവൽ ഈ ലെവൽ ക്രോസ് ചെയ്യണം. കാരണം ഈ ലെവൽ ക്രോസ് ചെയ്യാൻ മാത്രമേ എന്താ സംഭവിച്ചാൽ 3 ക്യാൻഡിൽ ആ ലെവലിൽ ലോ പൊളാരിറ്റി എന്ന് പറയും. LOP ആണ്. LOP തന്നെ ഇതുവരെ കട്ട് ചെയ്ത് പോയിട്ട് ഒരൊറ്റ ക്യാൻഡിൽ കട്ട് ചെയ്ത് പോയി. അത് മൺഡേയിലെ ക്യാൻഡിലാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ വീണ്ടും അതിൻ്റെ താഴെ അതിൻ്റെ ലെവലിൽ കറക്റ്റ് ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു. ഫ്രണ്ട്സ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മൾ കുറച്ച് ഈ 2 ആഴ്ചയായിട്ട് നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട്. F&Oക്ക് പ്രത്യേകിച്ച് റിറ്റെയിലേഴ്സ് കിടമാനം നഷ്ടം വരുന്നുണ്ട്. F&Oയിൽ ഒരു പക്ഷേ 30% ടാക്സ് വന്നേക്കാം എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഈ ന്യൂസിൻ്റെ പുറത്ത് നമുക്ക് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ബ്രോക്കറേജ് ആയിട്ടുള്ള ബ്രോക്കർ
സ്റ്റോക്കുകളൊക്കെ വളരെ അണ്ടർ പ്രഷറിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ സെബിയുടെ ട്രൂ ടു ലേബൽ ഒരു സർക്കുലർ എല്ലാ ബ്രോക്കേഴ്സിനും വന്നിട്ടുണ്ട്. സോ ഈ സർക്കുലറിൻ്റെ ബേസിൽ സീറോ ബ്രോക്കറേജ് കൊടുത്തിരിക്കുന്ന ബ്രോക്കർ കമ്പനികളൊക്കെ തന്നെ ഒരുപക്ഷെ അവരുടെ ബ്രോക്കറേജ് എന്താ പറയണ്ടേ അത് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത മാർക്കറ്റിലുണ്ട്. കാര്യം അവരെ സംബന്ധിച്ച് ഹ്യൂജ് വോളിയം F&A നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു പരിധി മാനേജ് ചെയ്യാൻ സാധിച്ചു സീറോ ബ്രോക്കറേജ് എന്നുള്ള ആ പർട്ടിക്കുലർ കൺസെപ്റ്റ്. ഒരുപക്ഷെ സീറോ ബ്രോക്കറേജ് മാറ്റാനുള്ള എല്ലാ സാധ്യതകളും മാർക്കറ്റിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു കൺഫേം ന്യൂസ് ഒന്നുമല്ല. കൺഫേം ന്യൂസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എങ്ങനെയാണ് ബ്രോക്കർ കമ്പനികൾ പെരുമാറുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാത്തിരിക്കാം. പ്രൊവൈഡഡ് നമുക്ക് F&Oയിലെ പുതിയ ടാക്സേഷൻ 30% ആണെന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല, ഒരു കൺഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല. ഈ ബജറ്റിൽ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അത് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നു. നമ്മൾ ന്യൂസിൻ്റെ കൺഫർമേഷൻ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇന്നത്തെ ക്രിട്ടിക്കലായിട്ടുള്ള കുറച്ച് ന്യൂസിലായിരുന്നു കിടക്കാം. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം, സൗത്ത് വെസ്റ്റ് മൺസൂൺ എൻറ്റയർ കൺട്രി ജൂലൈ 2-ാം തീയതി ഇന്നലെയാണ് അത് കവറപ്പ് ആയിട്ടുണ്ട്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. കാര്യം മൺസൂൺ എക്സ്പെക്റ്റഡ് ലെവലിൽ തന്നെ റൂറൽ മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കും റൂറലിലെ GDP ആണ് കയറാനുള്ളത്. റൂറൽ GDP വന്നാൽ മാത്രമേ അർബൻ GDP സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കർഷകർക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ് മൺസൂണിൻ്റെ അറൈവൽ. അത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എക്രോസ് ഇന്ത്യ വന്നു കഴിഞ്ഞു. 6 ദിവസം മുമ്പാണ് വന്നത്. നോർമൽ ഷെഡ്യൂളിനെക്കാട്ടും 6 days ഏറി ആയിട്ടാണ് വന്നത്. ആൻഡ് എന്താ പറയണ്ടേ, ദിസ് ക്യാൻ പൊട്ടൻഷ്യലി ഹെൽപ്പ് ഫാമേഴ്സ് ആണ്. അവരുടെ സോയിങ് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. ഇറ്റ്സ് എ വെരി കമൻറ്റബിൾ ന്യൂസാണ് നമ്മളെ സംബന്ധിച്ച്.